Morning all. Good morning. പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കും. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ല ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഷമീറ മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടാണ്. ഓക്കെ മാം മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആണ്, മൈൻഡ് കോച്ച് ആണ്, NLP പ്രാക്ടീഷണർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. Thank you. സ്റ്റാർട്ട് ചെയ്തു. Very good morning to all. Good morning. Good morning. Good morning. എല്ലാവർക്കും Yes, ma'am. പിന്നെ ഇന്നത്തെ ക്ലാസ് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുക്കാം എന്ന് തീരുമാനിച്ചു, ടോപ്പിക്കൊക്കെ റെഡിയാക്കാന്ന് കരുതിയപ്പോഴാ വൈറൽ ഫീവർ മൊത്തത്തില് മക്കൾക്കും എനിക്കൊക്കെ വന്നേ. ആരും ഇതിന് രക്ഷപ്പെട്ടിട്ടില്ല, മക്കൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണേ. ഇന്നലെ മാം വിളിച്ചിട്ടൊരു ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ച സമയത്ത് സത്യമായിട്ട് ഇന്നലെ വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. രാത്രി ഏകദേശം 12:30 ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ഇന്നലെ എനിക്ക് ചെറിയൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിലേക്കുള്ള വീഡിയോ കണ്ടന്റ് തയ്യാറാക്കി അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓർക്കണത് ഞാനിങ്ങനെ ഏറ്റിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കതൊരു ക്ലാസ് ആയിട്ടല്ല, നമുക്കിടയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ട് ഒരിക്കലും എല്ലാ ക്ലാസ്സിനെയും നമ്മൾ കാണണ്ടേ. കാരണം ഒരാൾക്കും പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കറിയാവുന്ന കുഞ്ഞറിവുകള് അങ്ങോട്ട് കൊടുത്ത് അതിനേക്കാളും വലിയ അറിവുകള് ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ. അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? അതെ. യെസ് മാം. അപ്പൊ ഇന്നൊരു ടോപ്പിക്ക് നിങ്ങൾ ടോപ്പിക്കുകൾ വായിച്ചിട്ടുണ്ടാവും, റെഡ്യൂസ് ദ സ്ക്രീൻ ടൈം അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതും നമ്മൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒരു വില്ലനായിട്ടും യൂസ്ഫുൾ ആയിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ. നമ്മൾ പറയും ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയും. അങ്ങനെ പറയാറില്ലേ? അതെ, അതേപോലെ പറയും എന്നാ ഈ മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ ഇരുന്നോണ്ടന്നെ ലോകം മുഴുവൻ നമുക്ക് ചുറ്റി കാണാം അല്ലേ. പണ്ടൊക്കെ നമ്മളൊരു ടിവിയിൽ സ്ക്രീന് കാണാൻ ഒരുപാട് വീടുകളിൽ തെണ്ടിപ്പോയിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്, TV കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യും, ചില സമയത്ത് ഇന്ന് തുറക്കൂല എന്ന് പറയും. അപ്പൊ ഭയങ്കര നിരാശയോടും സങ്കടത്തോടും കൂടി വീട്ടിലേക്ക് പോകും. ഇവിടെ എന്നും ചെന്നിട്ട് ഇങ്ങനെ പരാതി പറയും. പരാതി കേട്ടിട്ട് എങ്കിലും വീട്ടിലൊരു TV വാങ്ങിയാലോ എന്ന് കരുതി. പക്ഷെ അന്നത്തെ സാമ്പത്തിക പരിതസ്ഥിതി ഒരു TV വാങ്ങാനുള്ള ആവാത്തോണ്ട് തന്നെ നമുക്കൊട്ട് നിരാശ ഒന്നുമില്ല. പനി വന്നതിന്റെ ശബ്ദത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ജനറേഷന്റെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അവരെ കയ്യിൽ അവർക്ക് ഇല്ലാത്ത ഗാഡ്ജറ്റ്സ് ഇല്ല അല്ലെ. ടാബായിട്ടും കമ്പ്യൂട്ടറും മൊബൈലും TVയും അവർക്ക് എവിടെ തിരിഞ്ഞാലും ഗാഡ്ജറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പണ്ടൊക്കെ നമ്മുടെ ഇല്ലായ്മയോട് പൊരുത്തപ്പെടാൻ കഴിയെങ്കിൽ ഇന്നത്തെ കുട്ടികളൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പാരൻസ് ആണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കഥയിലെ വില്ലൻ നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇത് റെഡ്യൂസ് ചെയ്യാം, എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് ഇത്രയും കുട്ടികളിലേക്ക് ഇത്രയും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നതില് നമ്മുടെ പങ്ക് ചെറുതാണോ? ആണോ? ഇല്ല, നമ്മള് പറയും ഇപ്പൊ ഒരു അംഗനവാടിയിൽ ചെന്ന് കഴിഞ്ഞാല് ചോറ് വാരി കഴിക്കുന്ന കുട്ടികളെ കാണൂല. ചോറ് വാരി അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ പോണോണ്ട് പറയാണ്. അപ്പൊ അമ്മമാര് പറയും ഭക്ഷണം കഴിക്കുന്നില്ല, ഒറ്റക്ക് കഴിക്കുന്നില്ല,
ചവച്ചരക്കാൻ പറ്റുന്നില്ല, ചിക്കൻ അല്ലാതെ വേറൊന്നും കഴിക്കൂല. ഇങ്ങനെ ഒരു പൊതുവെ ചില അമ്മമാര് പറയും അത് പിന്നെ അച്ഛൻ വരുമ്പോ ഒരു ഷവർമ അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഒരു മന്തി ഒരു ചെറിയ പീസും കുറച്ച് റൈസൊക്കെ കൊണ്ടുവന്നാലേ അവര് കഴിക്കുള്ളൂ. അതന്നെ മൊബൈൽ ഫോണൊക്കെ തുറന്നു കൊടുത്താലേ അത് കഴിക്കുള്ളൂ. അതവർ അഭിമാനത്തോടു കൂടിയാ പറയണേ. എന്നിട്ട് പിന്നെ ഒരു 3-4 വർഷം കഴിയുമ്പോ ഒരു 6 വയസ്സൊക്കെ ആവുമ്പോ ഈ അമ്മ പറയാണ്, 2 മക്കൾ എല്ലാം കൂടെ നോക്കാൻ പറ്റണില്ല, ഒന്ന് ഒറ്റക്ക് തിന്നെങ്കിലല്ലേ, ഒറ്റക്കൊന്ന് വാരി തിന്നെങ്കിലല്ലേ. ഇത് ഈ മൊബൈൽ ഉണ്ടെങ്കിലും വാരി ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കണുള്ളൂ. നേരത്തിന് സമയത്തിന് സ്കൂൾ പറഞ്ഞേക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ മിക്ക 90% പാരന്റ്സിന് ഈ പരാതി ഉണ്ട്. ആണോ? ഉണ്ടോ? നിങ്ങളെ Yes, വീട്ടിലൊക്കെ ma'am. അവസ്ഥ എന്താണ്? Yes. കാണാറുണ്ട്. ഇത് നമ്മളല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളിൽ നമ്മളിത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ നമ്മളെ റിലേറ്റീവ്സിന്റെ ഇടയിലോ ഇത് കാണുന്നുണ്ടാവും. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഫാമിലി, അവിടെ ഇപ്പൊ 2 കുഞ്ഞുമക്കളുണ്ട്. ആദ്യത്തെ കുഞ്ഞിന് എനിക്ക് തോന്നുന്നു 6.5 വയസ്സായിട്ടുണ്ട്. ഇന്നും ആ കുട്ടിക്ക് ചവച്ചരക്കാൻ അറിയില്ല. ഈ അമ്മ ഇങ്ങനെ പറയാണ്, ചവക്ക് അപ്പൊ വാ തുറക്ക് പറയുമ്പോ ചവക്ക് പറയുമ്പോ വാ മൂട് പറയുമ്പോ ചവക്ക് പറയുമ്പോ ഇറക്ക്. ഈ പ്രോസസ്സിലൂടെയാണ് ഈ കുഞ്ഞിപ്പോഴും ഫുഡ് കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1.5 സമയം അവർ ഈ കുട്ടി ഫുഡ് കഴിക്കാൻ എടുക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ഇപ്പൊ അടുത്തൊരു കുട്ടിയും കൂടെ ഉണ്ടായി. ഇപ്പൊ ആ രണ്ടാമത്തെ കുഞ്ഞിന് ഏകദേശം 1 വയസ്സാവാനായി. ഇപ്പൊ സത്യത്തിൽ അടി കൊള്ളുന്നത് മുഴുവൻ മൂത്ത കുട്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ അടി കൊള്ളേണ്ടത് ആരാണ്? ഈ പാരന്റ് അല്ലേ? കാരണം ശരിയാണ്, നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു പരിധി വരെ നമുക്ക് ഡിജിറ്റൽ ഡിറ്റോക്സ് ആയിട്ട് ജീവിക്കാൻ പ്രയാസമുണ്ട്. നമ്മളെന്നെ ആലോചിക്കുക, നമ്മൾ ആദ്യം കണ്ണു തുറക്കുമ്പോ നമ്മൾ ആദ്യം എന്താ പരതുന്നത്? സത്യത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം ആദ്യം മൊബൈൽ ഫോൺ എടുത്ത് സ്ക്രീനിലേക്കൊന്ന് നോക്കി എവിടെങ്കിലും വാട്സപ്പ് മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ തന്നെയാണ് പറയുന്നത് മക്കളോട്, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ആണല്ലോ. യഥാർത്ഥത്തിൽ അതാണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റെസ്പോൺസ് ചെയ്യണം കേട്ടോ. ഞാൻ വലിയ സ്പീക്കറൊന്നുമല്ല, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ കുട്ടികള് ഇപ്പൊ പാലൂട്ടുന്ന സമയത്ത് പലപ്പോഴും, പണ്ടൊക്കെ നമ്മൾ പാലൂട്ടുന്ന സമയത്ത്, ഇപ്പൊ ഞാനടക്കമുള്ള പാരന്റ് ഒക്കെ പാലൂട്ടുന്ന സമയത്ത് നമ്മളെ കുട്ടിയുടെ ബട്ടക്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടീന്റെ കണ്ണിലേക്ക് നോക്കി ഇടക്ക് നമ്മളെ കുട്ടി എന്ത് ചെയ്യും, നമ്മളെ ബ്രസ്റ്റ് ഒന്ന് കടിക്കും, അല്ലെങ്കിൽ വായിൽ നിന്ന് നിപ്പിളൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടൊന്ന് ആ മോണ കാട്ടി ഒന്ന് ചിരിക്കും. വായി നിറച്ചും നമ്മളെ മുലപ്പാല് നിറച്ചു വെച്ചിട്ട് അവന്റെ ചിരിയുണ്ട്, അല്ലെങ്കിൽ മെല്ലെ ഒന്ന് കടിച്ചിട്ട് ഒരു നമ്മളെ കള്ളത്തരത്തിലൂടെ ആക്കിയിട്ട് നമ്മളെ കുഞ്ഞിന്റെ ഒരു ചിരിയുണ്ട്. അത് നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ കഴിയുക ആ സമയത്ത് മാത്രല്ലേ? നമ്മളെ കുഞ്ഞിനെ പാലൂട്ടുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആ കുട്ടിയുടെ നല്ല നിമിഷങ്ങളെ നമുക്ക് ആഹ്ലാദത്തോടെ കൂടി കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ അമ്മമാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മ പാലൂട്ടാൻ പോകുന്ന സമയത്ത് ഇടത്തെ കയ്യിൽ കുഞ്ഞാണെങ്കിൽ വലത്തെ കയ്യിൽ മൊബൈൽ ഫോണാണ്. എന്നിട്ട് മൊബൈൽ ഫോണുമായിട്ട് പോയി ഇരുന്നിട്ട് ശരിക്കും ഇത് ഈ പാലൂട്ടുന്ന അമ്മമാർക്കാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞു കൊടുക്കേണ്ടത്. അവര് ഈ നിപ്പിള് വല്ല വായിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സമയം മുഴുവൻ സ്ക്രീനില്ല ആണല്ലോ. അമ്മയുടെ സമയം മുഴുവൻ സ്ക്രീനില്ല. എന്നിട്ട് ഈ കുട്ടി പാലുടിച്ച് ഒരുപക്ഷെ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് അമർന്ന ആ കുട്ടിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതൊന്നും പലപ്പോഴും അമ്മ കാണുന്നുണ്ടാവില്ല. എന്നിട്ട് അമ്മ സ്ക്രീൻ ടൈം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞു ഉണർന്നിട്ടുണ്ടാവും. അപ്പൊ മരുമകള് 2 മണിക്കൂറോ 3 മണിക്കൂറായിട്ട് കുഞ്ഞിനെ ഉറക്കാൻ പോയതായിരിക്കും. പല ഗ്രാൻഡ് പാരന്റ്സും ചിലപ്പോ സങ്കടം പറയും, നേരത്തെ പണിയൊക്കെ കഴിച്ചിട്ട് എന്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് കുഞ്ഞിനായിട്ട് കടന്ന്. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പേടിയാണ്. കാരണം മരുമക്കളോടായാലും മക്കളോടായാലും നമുക്ക് ശാസിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ, അല്ലെങ്കിൽ അവരൊന്ന് ഉപദേശിക്കാൻ പോലും നമ്മൾ സമൂഹത്തിൽ പക്ഷെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ഒരു ഭാഗം മറ്റിടത്തുണ്ട്. നമ്മളെ വിഷയം ഇതായതുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഗാർഹികമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അത് ഒരിക്കലും വില കുറച്ച് കണ്ടിട്ടല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ
നമ്മൾക്കിടെ സമയത്തെ യൂസ്ഫുൾ അല്ലാതെ മൊബൈലിന്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന പാരന്റ്സ് ആണ് യഥാർത്ഥത്തിൽ കുട്ടികൾ അവരെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ഒരു 6 മാസമായി 8 മാസമായി കുട്ടി ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പല അമ്മമാരും ചെയ്യുന്നത് കുട്ടിയുടെ മൊബൈൽ ഒരിടത്ത് സ്റ്റാൻഡ് ചെയ്ത് കുട്ടീനെ എന്ത് ചെയ്യുന്നു, ഒരിടത്ത് ഇരുത്താണ്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്, പെട്ടെന്ന് പണി തീർക്കണം, കുഞ്ഞു വീഴരുത് എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ മൊബൈലിന്റെ ലോകത്തേക്ക് അവരെ കൈപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ പാരന്റ്സ് തന്നെയാണ്. പിന്നെ ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു വിഭാഗം ഗ്രാൻഡ് പാരന്റ്സ് ആണ്. അതായത് പാരന്റ്സ് ഒരുപക്ഷെ ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ കിട്ടിയിട്ട് ഈ മൊബൈലിൽ നിന്ന് കുട്ടിയെ ഡിറ്റാച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് വരികയാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് മക്കളെ അമിതമായിട്ട് സ്നേഹിക്കും. ഞാനും എൻ്റെ ഉമ്മയും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് 8 വർഷം കഴിഞ്ഞിട്ടാണ് മകനുണ്ടാവണേ. അപ്പൊ അറിയാലോ, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇനി 31ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രഗ്നന്റ് ആവണേ. ആ സമയത്ത് എൻ്റെ ഉമ്മാന്റെ ചെറിയ കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേക പരിഗണന സ്നേഹമൊക്കെ ഉണ്ടായി. എനിക്കുണ്ടാകുന്ന കുട്ടിനെ കാണാൻ ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ ഭയങ്കര, കാരണം കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ തരുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്തിട്ടുള്ള എൻ്റെ ഉമ്മ. പക്ഷെ എൻ്റെ കുഞ്ഞിന് ഈർക്കിലെടുത്ത് അടിക്കാൻ പോലും, ഒന്ന് ശാസിക്കാൻ പോലും എൻ്റെ ഉമ്മ സമ്മതിക്കൂല. എൻ്റെ ഉമ്മ പറയും, ഈ മരിച്ച് ജീവിച്ചിട്ടുണ്ടായ കുട്ടിയാണ്, എങ്ങനെയാണ് എനിക്ക് അതിനെ തല്ലാൻ തോന്നണെന്ന് ചോദിക്കും എന്നോട്. അതിന്റെ പേരിൽ വഴക്കാവും. പക്ഷെ ഉമ്മനെ വേദനിപ്പിക്കണ്ട, ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരുത്തക്കേടാവുമല്ലോ. നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരുത്തക്കേടാവും, നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു പ്രയാസമാവും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, അത് അംഗീകരിക്കും. അപ്പോ ഇതെന്റെ മകന് ഭയങ്കര ദുശ്ശാഠ്യം ഉണ്ടാക്കിയിരുന്നു എൻ്റെ ലൈഫിൽ. ഇന്ന് അവന് 15 വയസ്സായി. പക്ഷെ അവന്റെ വാശി, ആ കുട്ടിക്കാലത്ത് അവന് കിട്ടിയ ആ ഓവർ കെയറും അല്ലെങ്കിൽ അവന്റെ വാശികൾക്കെല്ലാം നിന്നു കൊടുത്തതും, പിന്നെ അവന്റെ ഇവിടെ ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഞരമ്പ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി ഇങ്ങനെ നിന്നിരുന്നു. അതിങ്ങനെ ബ്ലഡ് കലർന്ന കളറാ. അപ്പൊ അതിവൻ കരയുന്ന സമയത്ത് ബലൂണ് പോലെ വീർത്ത് ഇങ്ങനെ വരും. അപ്പൊ ഡോക്ടർ പറയും, കുഞ്ഞിനെ കരയിപ്പിക്കണ്ട, അത് പൊട്ടി കഴിയുമ്പോൾ ബ്ലീഡ് ചെയ്യും, അത് നോർമലി ചേഞ്ച് ആയിക്കോളും കുറച്ചൊരു വയസ്സാകുമ്പോൾ. അത് വന്നത് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് അത് മാറുന്നത്. ഈ 3 വയസ്സ് വരെ ഈ കുഞ്ഞ് കരയാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ എടുത്തു. അപ്പൊ അവന്റെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചു. അന്ന് മൊബൈൽ ഫോൺ ഇല്ല കേട്ടോ, മൊബൈൽ ഫോൺ അത്ര പ്രചാരത്തിലൊന്നും ആയിട്ടില്ല. പക്ഷെ അന്നെടുത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി, ഞാൻ കഥ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മകനൊക്കെ ഡിജിറ്റൽ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ എൻ്റെ കുട്ടി കഥ കേട്ട് വളരട്ടെ, പിന്നെ എൻ്റെ കുട്ടി കഥ കേട്ട് വളരട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് മിന്നാമിന്നി, കാത്തു, അങ്ങനെ പറഞ്ഞ കുറേ സീരീസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ആ സീരീസ് ഒക്കെ വാങ്ങിക്കൂട്ടും. എന്നിട്ട് ഇവനെ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിലെടുത്ത് ഇത് പ്ലേ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായിരുന്നു. ഇന്ന് എനിക്ക് തിരിച്ചറിയാം. കാരണം ഇന്നും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഡിജിറ്റൽ ലോകത്തുനിന്ന് ഒരു പരിപൂർണമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതിനൊരു കാരണക്കാരി ഞാനാണ്. പക്ഷെ അതിന്റെ അറിവില്ലായ്മയാണ്. എന്താ പറയാ, ഞാനാണ് ശരിക്കും എന്ത് ചെയ്തത്, ആ ഡിജിറ്റൽ ലോകത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ ഇത് രക്ഷപ്പെടുത്തി ഒരു 5ാം ക്ലാസ് വരെയൊക്കെ പിന്നീട് ഞാൻ അവനെ കഥകളിലേക്കും പുസ്തകങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവന്നെങ്കിലും കൊറോണ വന്ന സമയത്ത്, കൊറോണ ശരിക്കും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി, സത്യമായിട്ടും കൊണ്ടുപോയി. പക്ഷെ അവൻ നല്ല ഉത്തരവാദിത്വ ബോധമുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അവന് കൂടുതൽ സമയം മൊബൈൽ ഫോണിനോട് സംവദിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിന് ഞാൻ അപ്പം മുതലാണ്, അതായത് ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കാനൊക്കെ ഒരു കാരണം എന്ന് പറയുന്ന ഒരു കാരണം അതും കൂടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആദ്യം യൂട്യൂബർ ആയിരുന്നു. ആ യൂട്യൂബ് ചാനല് ഇപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷെ അത് ഗാർഡനിങ് ആയിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഞാനൊരു നല്ല പാരന്റ് അല്ല. ഒരു പാരന്റിങ് ലെവലിൽ, ഞാൻ ടീച്ചർ ആയിരിക്കാം, ഒരു നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക ആയിരിക്കാം, നല്ല സുഹൃത്താണ്, മകളാണ്, മരുമകളാവാം. മാക്സിമം നന്നായിട്ട് നല്ല മരുമകളാകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു 100% മരുമകളാകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ മകൾ എന്ന രീതിയിൽ ഞാൻ ഈ ഉമ്മന്റെ അടുത്തായാലും എൻ്റെ ഉമ്മന്റെ അടുത്തായാലും 100% ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആണോ അല്ലേ അവരാണ് തീരുമാനിക്കേണ്ടത്, എങ്കിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യാറെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ല അയൽവാസിയൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നല്ലൊരു പാരന്റ് അല്ല, ഇപ്പോഴും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. 100% വിജയിച്ച് അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഒരാൾ പെർഫെക്റ്റ് അല്ലേ ഈ ലോകത്ത്.
ഞാനൊരു പാരന്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വീഴ്ചകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നമുക്ക് എങ്ങനെ കുട്ടികളിൽ നിന്ന് ഈ മൊബൈൽ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വയസ്സ് മുതൽ, ജനിച്ച നാള് മുതൽ ഏകദേശം ഒരു 4 വയസ്സ് വരെയൊക്കെ പരിപൂർണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൊബൈൽ ഫോണിലെ ലോകത്തെല്ലാം നമ്മളെ കുട്ടികളെ വളർത്താൻ കഴിയും. കാരണം ഒരു 6 വയസ്സ് വരെ 4 വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഒരിക്കലും എനിക്ക് മൊബൈൽ ഫോൺ വേണം, ആ മൊബൈൽ ഫോണിന്റെ ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞ് മൊബൈൽ ഉപയോഗിക്കൂല. അത് ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക്, പാരന്റിന്റെ ആവശ്യങ്ങൾക്കാണ് കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്നത്. കുട്ടി കാണുന്ന സമയത്തും കുട്ടി നോക്കുന്ന സമയത്തും കുട്ടി ഫീഡ് ചെയ്യുന്ന സമയത്തും മുതല് കുട്ടിക്ക് നമ്മൾ കുറുക്ക് കൊടുക്കുന്നതും ഫുഡ് വാരി കൊടുക്കുന്നതും, കഴിക്കുന്ന ഫുഡ് എന്താണ്, ചോറാണോ, കഞ്ഞിയാണോ, ചിക്കനാണോ, മന്തിയാണോ, ഷവർമയാണോ, നോർമൽ ഫുഡാണോ എന്ന് പോലും നമ്മുടെ കുഞ്ഞിനെ അറിയില്ല. കുഞ്ഞത് കഴിക്കുകയാണ്. അത് എരിവാണോ, പുളിയാണോ, അതിന് ടേസ്റ്റ് എന്താണ്, പച്ചക്കറിയാണോ, ഒന്നും നമ്മളെ മക്കൾക്ക് അറിയില്ല. നമ്മളാ പറയുന്നത് കുട്ടി ചിക്കൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. കാരണം എന്താണ്, കുട്ടി വെജിറ്റബിളിനെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളത് കൊടുത്ത് ശീലിപ്പിക്കുന്നില്ല. നമ്മൾ എപ്പോഴും കുട്ടികളെ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞു, കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവരെ തെറ്റായ ദിശയിലേക്ക് നമ്മളാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളാണ് മാറേണ്ടത്, അല്ലെ? നമ്മളല്ലേ മാറേണ്ടത്. കുട്ടിക്ക് കാണുന്ന സമയത്തൊക്കെ ഞാനും നിങ്ങളും സ്ക്രീൻ ടൈമിലാണ്. നമ്മൾ എങ്ങനെ പറയും കുട്ടികളോട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കണ്ടെന്ന്? ഞാൻ പലപ്പോഴും ഇങ്ങനെ കുട്ടികളോട് പറയും, പിന്നെ മൊബൈല് നമ്മള് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്നിരിക്കണത് എപ്പോഴായിരിക്കും? ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും അടുത്ത് ചെയ്യാനുള്ള വീഡിയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ക്ലാസ്സിന്റെ കണ്ടന്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോ നമുക്ക് ആവശ്യമുള്ള സംഗതി ആയിരിക്കും നോക്കുക. പക്ഷെ കുട്ടി എന്താ വിചാരിക്കുക, ഉമ്മ ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ ഉപയോഗിച്ചാല്? സ്വാഭാവികമായിട്ട് കുഞ്ഞിന്റെ ഉള്ളിൽ അവൻ നിഷ്കളങ്കനാണ്, അവന്റെ ഉള്ളിൽ ആ ചോദ്യം ഉയരും. അവൻ നമ്മളോട് ആ ചോദ്യം ചോദിക്കും. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കണ്ടന്റ് ഒക്കെ നോക്കുന്ന അധികം ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈൽ വെച്ചിട്ട് കണ്ടന്റ് നോക്കുന്ന, ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ന്യൂസുകൾ വെക്കും അധികം. പക്ഷെ എന്റെ കുട്ടിയുടെ കണ്ണിൽ എന്താണ്, ഞാൻ മൊബൈൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്റെ കുഞ്ഞ്, ഇപ്പൊ എന്റെ 7 വയസ്സുകാരൻ, ഇപ്പൊ അവന് ഒരു 6 വയസ്സായ സമയത്ത് അവൻ എന്നോട് ചോദിച്ചു, ഉമ്മച്ചിക്ക് ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക അല്ലേ? ശരിക്കും ആ ചോദ്യം എന്റെ ഉള്ളിലായിരുന്നു. ഞാൻ മറ്റൊരാളല്ല കുറ്റപ്പെടുത്തുന്നത്, എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഞാൻ എന്റെ കണ്ടന്റ് ആണ് നോക്കുന്നത്. ബട്ട് കുട്ടിയുടെ കാഴ്ചയിൽ എന്താണ്, ഉമ്മ മൊബൈൽ ഉപയോഗിക്കുകയാണ് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പൊ ആദ്യം തിരുത്തേണ്ടത് എന്താണ്, ഞാൻ എന്നെയാണ് തിരുത്തേണ്ടത്. അപ്പൊ നമ്മൾ മൊബൈൽ സ്ക്രീൻ ഉപയോഗം കുട്ടികളുടെ മുന്നിൽ നിന്ന് പരമാവധി നമ്മൾ കുറക്കുമ്പോഴേ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള വോയിസ് നമുക്ക് ഉള്ളൂ. അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ എന്തേലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഒറ്റക്ക് പൊട്ടത്തിരുന്ന് സംസാരിക്കരുത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളില് കണ്ടുവരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാവോ? നിങ്ങളൊരു അനുഭവത്തില് നമ്മൾ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവരിൽ കണ്ടുവരുന്ന നമുക്ക് വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളപ്പോൾ കമ്പയർ ചെയ്യാൻ നമ്മളെ പേരൻസിനെയാ ആണല്ലോ. ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടൊന്നും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പുതിയ തലമുറക്ക് റെസ്പെക്ട് ഇല്ല. പുതിയ തലമുറ പിന്നെ ആരെയും അനുസരിക്കുന്നില്ല. ടീച്ചേഴ്സിനും പാരൻസിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് അവരുടേതായ ലോകമുണ്ട്. ഇതൊക്കെ നമ്മളെ പുതിയ കുട്ടികളെ കുറ്റപ്പെടുത്താൻ നിരന്തരം ഉപയോഗിക്കുന്ന കുറെ വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഈ മക്കളെ നമ്മളാണ് ശരിക്കും അവരെ നല്ല രീതിയിൽ നമ്മളിത് അവരെ കുറ്റപ്പെടുത്തും. പക്ഷെ അവർക്ക് എന്തൊക്കെയുണ്ട്, പുതിയ തലമുറക്ക് എന്താണ്? നമ്മൾ ടീച്ചേഴ്സ്, ഇപ്പൊ ഇതിൽ ടീച്ചേഴ്സ് ഉണ്ടോ? ഈ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ഉണ്ടോ? ഉണ്ട്. നല്ല ദേഷ്യമായിരിക്കും പിള്ളേർക്ക്. അറ്റൻഷൻ കുറയും. ശ്രദ്ധിക്കാൻ പറ്റില്ല ഒന്നിലും. ഒരു മിനിറ്റിലധികം കുട്ടികൾ എന്ത് ചെയ്യില്ല, ദേഷ്യപ്പെടും. പേഷ്യൻസ് ഇല്ല. ഓക്കെ, ശരിയാണ്. മൊബൈൽ ഉപയോഗിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കുട്ടിക്ക് പേഷ്യൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കാത്തുക്കുണ്ടോ? നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് നമുക്കൊരു പെൻസിലാണെങ്കിൽ പോലും നമുക്ക് എന്നാ കിട്ടുക നമുക്ക് പെൻസില്? നമ്മുടെ കയ്യിലുള്ള പെൻസില് ഇത്ര ആവണ സമയത്താണ് നമ്മൾ ചോദിക്കുക, ആണോ?
അല്ലെ? നമ്മളെ അതെ പാരന്റ്സിനോട് അതെ ചോദിക്കുക. അതെ അതെ ആ അതെ എന്നിട്ട് ആ അങ്ങനെയായിരിക്കും. നമ്മളെ പാരന്റ്സ് എപ്പോഴും നമുക്ക് വാങ്ങിത്തരാ ആ പെൻസിലും നമ്മുടെ വിരൽത്തുമ്പും നമ്മളെ സ്ലേറ്റിൽ തട്ടുമ്പോഴേ നമുക്ക് പെൻസിൽ വാങ്ങിത്തരാം. അവരെടുത്ത് 50 പൈസ 1 രൂപ എടുക്കാനില്ലാത്തോണ്ടല്ല. പക്ഷെ നമ്മൾ അതിലൂടെ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. ഇന്നല്ല നാളെ കഴിഞ്ഞ് മറ്റന്നാളെങ്കിലും കിട്ടും. ഒരു ടൂർ പോണെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ ചോദിക്കണം. എങ്കിലും മൗനം സമ്മതമായി കണക്കാക്കി സമ്മതം കിട്ടുന്നത് തലേന്നോ അതിന്റെ തലേന്നോ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടി ആഗ്രഹിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുക്കും. അതിന്റെ പേര് നമ്മൾ പറയുന്നത് എന്താണ്? സ്നേഹം. എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ കുട്ടിക്ക് കിട്ടണം. ഞാൻ അനുഭവിക്കാത്തതൊക്കെ എൻ്റെ കുട്ടി അനുഭവിക്കണം. എൻ്റെ കുട്ടി ഒരു അല്ലലും ബുദ്ധിമുട്ടില്ലാതെ വളരണം. യെസ്, വളരണം. നമ്മളെ കുട്ടികൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കുട്ടികൾ സന്തോഷത്തോടെ വളരണം. പക്ഷെ കുട്ടിക്ക് പേഷ്യൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കലത്തില് നമ്മൾ എന്ത് ചെയ്യും? വെറുംചോറും കറിയും നല്ല സാമ്പാറൊക്കെ വെച്ച് മീനൊക്കെ വറുത്തിരിക്കുമ്പോ കുട്ടി വൈകുന്നേരം വന്നിട്ട് പറയണ സാമ്പാറാണോ? എനിക്ക് വേണ്ട, എനിക്ക് ഷവർമ്മ മതി. അപ്പം നമ്മുടെ അടുത്ത് മൊബൈൽ എന്നൊരു ഉപയോഗമുണ്ട്. വേഗം വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്പനോടോ അച്ഛനോടോ അമ്മയോടോ കുട്ടി പറയാണ്, അച്ഛൻ വരുമ്പോ എനിക്ക് മന്തി കൊണ്ടുവരണേ, ബ്രോസ്റ്റ് കൊണ്ടുവരണേ. അപ്പൊ അച്ഛൻ, ആ മോനെ. പക്ഷെ അന്ന് വൈകുന്നേരം വരെ പണിയെടുത്ത് വെറും 1000 1200 രൂപക്കായിരിക്കും അദ്ദേഹം പണിയെടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ പണിയെടുത്ത് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അതിൽ 10 500 ചെലവാക്കി അച്ഛൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് മാത്രം ഒരു പീസൊക്കെ വാങ്ങി വരും. യഥാർത്ഥത്തിൽ ആ അമ്മ എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അച്ഛൻ എന്താ ചെയ്യണ്ടേ? ഇന്ന് നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയല്ലോ, അത് വേസ്റ്റ് ആവൂലേ? ഇന്ന് ഇല്ല കേട്ടോ, ഞാൻ വാങ്ങി തരൂല, എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. അങ്ങനല്ല, ഇന്നത്തെ കുട്ടിനോട് അങ്ങനെ റെസ്പോൺസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യണോ മര്യാദ അല്ല. പക്ഷേ നമ്മുടെ ഫുഡ് വേസ്റ്റ് ആവൂലേ, നമുക്ക് നാളെ വാങ്ങിയാ പോരെ എന്ന ചോദ്യം ഇന്നത്തെ പാരന്റ്സ് അധികം ചോദിക്കുന്നില്ല. ആ കുട്ടി ഒരു പക്ഷെ അതിന് ഓക്കെ ആയിരിക്കും. നമ്മളെന്താ വിചാരിക്കുക? എൻ്റെ കുട്ടീനോട് ഒരാഗ്രഹം പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ലല്ലോ. യഥാർത്ഥത്തിൽ കുട്ടിക്ക് പേഷ്യൻസ് ഇല്ലാതാക്കുന്നത് ഒരു കാരണക്കാർ അതിലേക്കാണ് മൊബൈൽ എന്ന വില്ലനും കൂടി കടന്നു വരുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല? മറ്റുള്ളവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അതിനൊരു കാരണം നമ്മുടെ അയൽവാസി തൊട്ടപ്പുറത്ത് ആരാ താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ പേര് പോലും ഞാൻ ഉൾപ്പെടുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക് അറിയില്ല. അതെന്തുകൊണ്ടാണ്? കുട്ടികൾ ഈ ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുരുങ്ങുകയാണ്. അവരെ കൂടെ നമുക്കും കളിക്കാൻ സമയമില്ല. അധിക സമയത്തും നമ്മൾ കുട്ടികൾ ഫോൺ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. നമുക്ക് ജോലി ഉണ്ടാവും, നമുക്ക് പിന്നെ മൊബൈലില് വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. നമ്മൾ അവിടെ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ അതൊക്കെ വേണം കേട്ടോ, വേണ്ടാന്ന്, ഇതൊക്കെ നമ്മുടെ സന്തോഷമാണ്. പക്ഷേ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, കുട്ടി ബെഡിലേക്ക് പോകുന്ന സമയത്ത്, കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കുട്ടീന്റെ പഠനമുറിയിൽ നമ്മൾ അവൈലബിൾ ആവണം. നമ്മൾ അവരോട് സംസാരിക്കണം, നമ്മൾ അവരെ കേൾക്കണം. കുഞ്ഞ് കടന്നു വരുന്ന സമയത്ത് കുട്ടിക്ക് ഫീൽ ചെയ്യണം, എൻ്റെ അമ്മ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മയോട് ഇത്ര ഇമോഷണലി കണക്റ്റഡ് ആയത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയും നമ്മളെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി, അത് മാത്രാണോ? അല്ല, നമ്മൾ സ്കൂൾ വിട്ട് വരുന്നത് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരമ്മ നമുക്കുണ്ടായിരുന്നു, അല്ലെ? ഒരമ്മ ഉണ്ടായിരുന്നു. നമുക്കന്ന് കിട്ടുന്ന അവില് കുഴച്ചതോ അവിലോസുണ്ട പോലത്തുള്ള പലഹാരങ്ങളാണെങ്കിലും ആ പലഹാരമായിട്ട് ഞാനൊക്കെ അധികം കഴിച്ചുള്ള അരി വറുത്തതാ. അന്ന് കഷ്ടപ്പാടായിരുന്നു, സന്തോഷമാണ് കേട്ടോ. അത് നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അരി വറുത്തതും അതിങ്ങനെ നല്ല ചൂടുള്ള ചായയൊക്കെ ഇടുമ്പോ ഒരു ഒച്ച ഉണ്ടാവും. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒച്ച കേട്ട് ആ ചൂടുള്ള ചായ ഇങ്ങനെ മൊത്തി കുടിക്കുമ്പോ അന്നത്തെ നമ്മളെ പലഹാരം അതാണ്. ഇത് നമ്മൾ ഏത് പലഹാരം ഉണ്ടാക്കണം കുട്ടി വരുമ്പോക്കിന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ്, യൂട്യൂബ് നോക്കി വീഡിയോ ഉണ്ടാക്കുകയാണ്, ആ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ കുട്ടിനെ സ്നേഹിക്കാൻ മറന്നു പോവാണ്. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ ഇനി ഒരു സമയം കിട്ടുന്നില്ല വിചാരിക്കുക, നിങ്ങള് ഒരു യാത്ര പോവുക, ഒരു അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ആ യാത്ര നിങ്ങൾ ഒരു ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ആ യാത്ര നിങ്ങളെ കുട്ടിയുടെ തോള് പിടിച്ച് നടന്നു നോക്കൂ. നിങ്ങളോടൊപ്പം വളർന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീന്റെ തോള് പിടിച്ച് നടന്നു നോക്കൂ. ആ കുട്ടിക്ക് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നമ്മളെ കുട്ടികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ആ സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ ലോകത്ത് നിന്ന് രക്ഷപ്പെടും. നമ്മളെ കുട്ടികളോട് ഇടപഴകുക. അപ്പൊ അവർക്ക് ഈ ഡിജിറ്റൽ ഏരിയ ഒന്നും വേണ്ട.
പക്ഷെ നമ്മൾ അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനുള്ള 3 വഴികളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഞാൻ. അപ്പൊ ഇതില് ദേഷ്യം, വാശി കൂടുക, ശ്രദ്ധക്കുറവ്, അതുപോലെ പഠനത്തിൽ താല്പര്യമില്ലായ്മ, ഉറക്കക്കുറവ്, പെട്ടെന്ന് എന്താ പറയാ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക. ഇതിൽ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ മോശം തെറികൾ ഉപയോഗിക്കുക. അമിതമായി ഫോൺ ഉപയോഗിക്കുന്ന ചില കുട്ടികളിൽ കണ്ടുവരുന്ന പ്രവണത മോശമായിട്ട് തെറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനുള്ളൊരു വഴികൾ എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മമാരെന്ത് ചെയ്യുക, കുട്ടികളിൽ നിന്നും മൊബൈൽ ഉപയോഗം വളരെയധികം കുറക്കുക. അവരെ മുന്നിൽ നമ്മൾ അവർക്ക് അവൈലബിൾ ആവുക, അവരോട് കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്ക്രീൻ ടൈമിന് ഇപ്പൊ നമ്മൾ ഒരു നോ ഫോൺ സോണുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ കിച്ചൺ അതുപോലെ നമ്മളെ ഡൈനിങ് ടേബിള്, അതുപോലെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ കുട്ടികളായിട്ട് കഥ പറഞ്ഞ്, ഇപ്പൊ എത്രത്തോളം പാരന്റ്സ് മക്കളായിട്ട് കഥ പറഞ്ഞുറങ്ങും? ആർക്കതിന് സമയം? ഉറങ്ങടാ കിടക്കടാന്ന് പറഞ്ഞവരെ. കാരണം ഇവര് സ്ക്രീൻ ടൈമിലേക്കാരം 10 മണി വരെ അവിടുന്ന് പിടിച്ചു വലിച്ച് അവര് അധികം ഉറങ്ങൂല. നമുക്കറിയാം, സ്ക്രീനിൽ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഉറക്കം കണ്ണിലേക്ക് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോ ആ സമയത്ത് നമ്മൾ അവരെ കുറച്ചൊരു അടിയൊക്കെ കൊടുത്ത് ദേഷ്യപ്പെട്ടാണ് അവരെ ഉറക്കുന്നത്. അപ്പോഴും അവർക്ക് സമാധാനത്തോടെ ഒരു ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ കഴിയില്ല. അതിന് പകരം നമ്മളെ കുട്ടികൾ അവർ എത്ര മുതിർന്നോട്ടെ, അവരെ കൂടെ നമ്മളൊന്ന് കിടന്ന് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം, ഇന്നത്തെ സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറയാം. അവരുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു കഥ ഒക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ നമുക്ക് അവരെ ഒരു പ്രാർത്ഥന ഒക്കെ ചൊല്ലി നമ്മൾ അവരോട് കൂടെ കിടന്ന് അവർ ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഡ്യൂട്ടിയിലേക്ക് പോവുക. നമ്മളെ മക്കൾ മാറും, നമ്മൾ മാറണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയല്ലോ മൊബൈൽ മാറ്റി വെച്ച്. ഇന്നത്തെ ഏറ്റവും കുട്ടികൾ പറയുന്നത് വല്ലാതെ ബോറടിക്കുന്നു എന്ന് പറയാം. എന്തുകൊണ്ടാ ബോറടിക്കുന്നത്? അവർക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണോ? കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണോ? ടാബ് ഇല്ലാത്തതുകൊണ്ടാണോ? സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? കാരണം അവർ സ്ക്രീൻ ടൈമിനാണ് അവരുടെ ഉള്ളിൽ ആ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്രീൻ ടൈമിലാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് അവർക്ക് ബോറടിക്കുകയാണ്. ഫുൾ ടൈം ബോറടിയാണ്. നമുക്ക് കുട്ടിക്കാലത്ത് ബോറടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബോറടിക്ക് പകരം ഈ സ്ക്രീൻ ടൈം നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ബദലായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അല്ലാതെ നേരെ ചില അമ്മമാരെന്താ വെച്ചാൽ അവർ കണ്ടോണ്ടിരിക്കുന്നിടത്ത് മൊബൈൽ പിടിച്ചു വാങ്ങും, അല്ലെങ്കിൽ സ്ക്രീൻ ഉണ്ട് ഓഫ് ചെയ്യും ടിവിയുടെ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുട്ടി സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും മൊബൈൽ കൊടുക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഈ യുഗത്തിൽ ജീവിക്കുമ്പോൾ പക്ഷെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അമ്മ തരുള്ളൂ. പക്ഷെ 1 മണിക്കൂറിന്റെ 10 മിനിറ്റ് മുന്നേ നിന്നെ റിമെമ്പർ ചെയ്യും. അപ്പൊ കുട്ടി മെന്റലി ബ്രെയിന് തയ്യാറാവും. അവര് ബ്രെയിൻ തയ്യാറാവും എന്ത്, അമ്മ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ ഫോൺ വാങ്ങും. ആ കുട്ടി അത്ര അധികം ദേഷ്യപ്പെടാനോ പൊട്ടിത്തെറിക്കാനോ ഒന്നും സാഹചര്യം ഉണ്ടാവില്ല. ആ കുട്ടി എന്ത് ചെയ്യും? ആ മൊബൈല് തിരിച്ചു കൊടുക്കും. കുട്ടി ആ കരാറ്, സ്ക്രീൻ ടൈം കരാർ അവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കുക. കരാർ കുട്ടികൾ ഉണ്ടാക്കട്ടെ. നിനക്ക് എപ്പോ വേണം? ഞാൻ പഠിക്കുന്നതിന് മുന്നേ മതി അമ്മ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് മതി. എത്ര സമയം? 1/2 മണിക്കൂർ. കുട്ടി 1 മണിക്കൂർ പറയുമ്പോൾ നമ്മളത് ദേഷ്യപ്പെടാതെ 1/2 മണിക്കൂറിലേക്ക് 3/4 മണിക്കൂറിലേക്ക് ചുരുക്കി നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുക. അത് കൃത്യം 3/4 മണിക്കൂർ നമ്മൾ തിരിച്ചു വാങ്ങണം. കുട്ടി കരയുകയോ വാശി പിടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കരുത്. മറിച്ച് ഇപ്പൊ തൽക്കാലം അമ്മ വാങ്ങി വെക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ നീ നല്ല കുട്ടിയായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോ തിരിച്ചു തന്നാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാലോ എന്നുള്ള രീതി നമ്മുടെ കുട്ടിയുടെ ടേസ്റ്റും നമ്മുടെ കുട്ടിയുടെ റിയാക്ഷൻസും നമ്മുടെ കുട്ടിയുടെ ഫീലിങ്സും ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം. അപ്പോ അതിനനുസരിച്ച് നമ്മൾ അതിന് തീരുമാനിച്ചു കൊടുക്കുക. പകരം നമ്മളെ കുട്ടികളുമായിട്ട് കളിക്കുക. കഥ വായിച്ചു കൊടുക്കുന്ന പ്രായമാണെങ്കിൽ നമ്മൾ കഥ വായിച്ചു കൊടുക്കുക. കുട്ടി ചിത്രം വരക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടിയാണ്, പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്, നമ്മൾ കൂടെ കൂടി കൊടുക്കുക. നമ്മളെ എന്താ പറയാ, കുട്ടികൾക്ക് ഒരു 6 വയസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവരുടെ കൂടെ നമ്മൾ കളിക്കുക. 6 മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾ എന്താണ്, പലപ്പോഴും അവർക്ക് ഒരു ഏകാഗ്രത അവര് എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പ്രായമാണല്ലോ. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിലേക്ക് അവരെ ശ്രദ്ധ വഴിതിരിച്ചു വിടുക. ഇങ്ങനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കുട്ടികളെ മൊബൈൽ ഉപയോഗം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ദിവസം ഒരു ഈവനിങ് നമുക്ക് മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ഒരു 2-3 മണിക്കൂർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് എന്നുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. ഒരു സാറ്റർഡേ ഒരു ഈവനിങ് അത് നമുക്കും നമ്മുടെ മക്കൾക്കും മാത്രമായിട്ട് അവിടെ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ബെല്ലടി പോലും വേണ്ട. പിറ്റേന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 മണിക്കൂർ വൈകുന്നേരം 6 to 3 വരെ നിങ്ങളൊരു മാളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കണ്ട, റിലേറ്റീവ്സ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ മൊബൈല് സൈലന്റ് ആക്കി വെക്കൂ.
വല്ല വാട്സപ്പ് മെസ്സേജ്, ഇമ്പോർട്ടന്റ് കോളുകളോ മെസ്സേജോ വരാനുണ്ടെങ്കിൽ അത് മാത്രം നോക്കൂ, ആവശ്യമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മളും മക്കളും മാറുക. ഒരു ഏതാനും മണിക്കൂറുകൾ, ആ സമയം നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നും. അതെന്റെ സ്വന്തം അനുഭവമാണ് കേട്ടോ. നമ്മൾ കുട്ടികളായിട്ട് പുറത്തേക്ക് പോണ സമയത്ത് മൊബൈൽ സൈലന്റ് ആക്കി വെക്കുക. അതുപോലെ മൊബൈലിനെ നമ്മൾ കയ്യിലെടുക്കാതെ നമ്മളെ കുട്ടികളെ കളിയും ചിരിയും അവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക, ഈ പ്രകൃതിയെ അറിയുക, അവരെ കൈപിടിച്ച് നമ്മുടെ പ്രകൃതിയിലൂടെ നടക്കുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഇതെന്താണമ്മ, ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ചോദ്യം അവർ നമ്മളോട് ചോദിക്കാനുള്ള സാഹചര്യം, ആ സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളുടെ ജിജ്ഞാസയും ക്യൂരിയോസിറ്റി, അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മളോട് പറയാനുള്ള, നമുക്ക് നമ്മുടെ കുട്ടിക്ക് നമ്മുടെ എന്തും പറയാനുള്ള ഒരു ഇമോഷണലി കണക്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും അവർ മനഃപൂർവ്വം ആയിട്ടെങ്കിൽ പോലും മൊബൈലിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു കാർട്ടൂണിലെ കഥാപാത്രം പോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുത്ത്, ആ ഫുഡിന്റെ സമയം ഫുഡ് കൊടുത്ത്, അവരെ വായന സ്റ്റഡി ടേബിളിൽ മാത്രം നമ്മൾ അവൈലബിൾ ആവുന്ന പോലെ അല്ല, നമ്മൾ അവരെ കളിയിലും ചിരിയിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മൾ അവർക്ക് കൂടെ ഉണ്ടെന്ന ഫീലിങ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിൽ നിന്നും അവർക്ക് ഇതിനുള്ള ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലാതെ ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് പോവാനും, അതുപോലെ നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു കൂട്ടം ഉണ്ടാക്കുക, അവർക്കിടയിൽ ഒരു കളി, ഒരു 8 or 10 അയൽപ്പക്കത്തുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടാനും അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാനും, ആ സൗഹൃദത്തിനിടയിൽ ചിലപ്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ അതിന്റെ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ രീതിയിൽ അതിനെ മാറ്റിക്കളഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണെങ്കിൽ മാത്രം അതിൽ ഇടപെട്ട് കുട്ടികൾക്കിടയിൽ ഒരു ബന്ധമുണ്ടാക്കി അവർ 2 ദിവസം നമ്മൾ അവരൊരു നമ്മളെപ്പോഴും അടുത്ത വീട്ടിലേക്കൊക്കെ പോയാൽ അവർ ചീത്തയാവും, നമ്മൾ അങ്ങനെ പറയാം. നമ്മൾ ഈ ചീത്തൊക്കെ കണ്ടൊക്കെ തന്നെ വളർന്നേ, നമുക്കറിയാൻ പറ്റും എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത്. അത് ഒരിക്കലും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കേണ്ട സംഗതിയല്ല. സമൂഹമായിട്ട് ഇടപഴകി, കുട്ടികളായിട്ട് ഇടപഴകി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് കുട്ടി ജീവിച്ച് പഠിക്കേണ്ടതാണ്. അതൊരിക്കലും പാഠപുസ്തകത്തിൽ പഠിക്കാൻ കഴിയണമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് തൊട്ട അയൽപക്കത്തുള്ള റെസ്പെക്ട് ചെയ്യുന്നതും നമുക്കുള്ളതിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കുന്നതും? നമ്മളെ പാരന്റ്സ് അതാണ് നമ്മളെ ശീലിപ്പിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്തെ കുട്ടികൾ ചീത്ത വാക്കുകളൊക്കെ പഠിക്കും. ചീത്ത വാക്കുകളൊക്കെ ലോകത്തുണ്ട്. ആ വാക്ക് അത് പറയാൻ പാടില്ലാത്തതാണ്. ഒരു കള്ള് കുടിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ്, കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കുടിച്ചിട്ടാണോ നമ്മൾ കോൺസിക്വൻസ് അറിയണത്? ഒരിക്കലുമല്ല. അതുപോലെ കുട്ടികളെ നമ്മളവരെ ഒരു പട്ടം പിടിക്കുന്ന പോലെ പിടിക്കണം. നമ്മൾ മുറുക്കി പിടിക്കേണ്ടടുത്ത് നമ്മൾ മുറുക്കി പിടിക്കണം, അയച്ചു കൊടുക്കേണ്ടടുത്ത് നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ അവരെ പരിപൂർണമായിട്ടും മുറുക്കി പിടിച്ചു കഴിഞ്ഞാലും കുട്ടിയുടെ വളർച്ചയിൽ ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പരിപൂർണമായിട്ട് അയച്ചു വിട്ടാലും പട്ടം ഒരു ലക്ഷ്യമില്ലാതെ പറന്നും പോയേക്കാം. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മക്കളെ അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, അവരെന്താണ് അവർ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ കുട്ടി ഏതിലൂടെയാണ് പോകുന്നത്, ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം? മൊബൈലിന്റെ ലോകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങള് ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഉപയോഗിക്കില്ലെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തീരുമാനിക്കാം. അതുപോലെ കുട്ടിയുടെ മുന്നിൽ അധിക സമയം ഞാൻ സ്ക്രീനിലായിരിക്കൂല എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ സ്ക്രീനിലാകുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്ക് ഒരു ബദൽ സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ കുട്ടികളായിട്ട് കളികളിലും സംസാരത്തിലും ഒക്കെ ഏർപ്പെടാനും നമുക്ക് സാധിക്കണം. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പാരന്റ്സിന് നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയായിരിക്കാൻ സാധിക്കട്ടെ എന്നും ഈ ദിവസം ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാനൊരു യാത്രയിലാണ്, ചിലപ്പോൾ ഇടയ്ക്ക് നെറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അക്ഷരം പ്രതി ശരിയാണ് പറഞ്ഞതെല്ലാം, ഒരു മാറ്റമില്ല. അക്ഷരം പ്രതി ശരിക്കും നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന് കണ്ട് അറിഞ്ഞ് പഠിച്ചാണ് മാഡം സംസാരിച്ചത്. ശരിയാണ് മാഡം. ഇത് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ അതിനകത്തുനിന്നും
മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര, എന്താ പറയുന്നത്, ഭയങ്കര നമ്മുടെ പാടാ. ഒരു പഴയ ഭയങ്കര ഭയങ്കര പാടാണ്. ഇതിന്റെ ഈ മാഡം പറയുന്നത് പോലെ ഒരു പ്രത്യേക സമയം കൊടുത്ത് പിന്നെ അങ്ങനെയും അവരുമായിട്ടൊരു റാപ്പോർട്ട് ഉണ്ടാക്കി ആ രീതിയിൽ ഇപ്പൊ സെയിം പ്രോബ്ലം ഞാൻ മാത്രമല്ല എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ഈ പുറത്തു പോകുന്നതിനും ഇതിനകത്തെല്ലാം നമ്മൾ കാര്യങ്ങൾ പരമാവധി ചെയ്യാറുണ്ട്. ഇനി ഇതിനകത്ത് ഇനി പറയാൻ പോയിന്റ്സ് ഒന്നും ഇല്ല. മാഡം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നല്ല സെഷനായിരുന്നു. ഞാൻ ഇന്നലെ ആ ഇത് കണ്ട് ഞാനൊന്ന് നോക്കും. അതുകൊണ്ടാണ് ഇന്ന് യാത്രയിലായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തത്. ഓക്കെ, താങ്ക് യു സർ. വളരെ ചില എന്താ പറയുന്നത്, 100%, 100% 200%, 300% കറക്റ്റ് തന്നെയാണ്. ഓക്കെ, എല്ലാവരും ആ ഒരു വഴിക്ക് നോക്കട്ടെ. അത് ശരിയാണ്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴേ നമ്മൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വരുന്ന കോൾസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ആ ഒരു ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യട്ടെ, ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. മാഡത്തിന്റെ ക്ലാസ് ഞാൻ ആദ്യമാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അല്ല, കുറച്ചു നാളിന് വളരെ അടുത്താണ് ഞാൻ ഇതിനകത്ത് എൻട്രി ചെയ്തത്. അതെ, ഞാന് രാവിലെ വരാൻ, എനിക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കള് രാവിലെ 6 മണിക്ക് മദ്രസയിൽ പോകുന്നതുകൊണ്ട് എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ കാര്യത്തില്. കാരണം അവർ 5:45 എണീപ്പിക്കണം, ചുടുവെള്ളം ഉണ്ടാക്കി അവരെ കുളിപ്പിച്ച് അവരെ മദ്രസയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് ആ സമയം ഭയങ്കര മിസ്സാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്ലാസ്. കാരണം നിങ്ങളൊക്കെ എക്സ്പീരിയൻസിലാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അത് മാഡം എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ കാര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച് അത് നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ, എല്ലാ പാരന്റ്സിന്റെയും മനസ്സിനെ ബോധ്യപ്പെടുത്താന് മാഡത്തിന് കഴിയുന്നുണ്ട്. ഭയങ്കര എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മാഡത്തിന് കഴിവുണ്ട്. യുവർ പെർഫെക്റ്റ്. വളരെ കാര്യങ്ങൾ ഇത്രയും, കാരണം ആ തുടക്കം മുതൽ അവസാനം വരെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറയാനില്ല. വളരെ ഇത് പ്രാക്ടിക്കലാക്കാന് പരമാവധി ശ്രമിക്കാം. ഇപ്പോഴും ശരിക്കും നമ്മുടെ പേരക്കുട്ടിയായിട്ട് നമ്മൾ ഈ ഒരു എഗ്രിമെന്റിലൊക്കെയാണ്, എന്നിട്ട് പോലും അവനെ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു, ഒരു പരിധി വരെ നമുക്ക് ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ മാറ്റിയെടുക്കാൻ, പക്ഷെ അത് അഡിക്റ്റ് ആവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ കൊണ്ട് പറ്റും. ഈ പിന്നെ കഥ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം അവന് മൊബൈൽ കാണിച്ചു. ഇതിനകത്ത് കഥയുണ്ട് മോനെ എന്ന് പറയുന്നത്. അവനെ ഞാനെന്താ ചെയ്തിട്ടാല്, ഞാൻ പറഞ്ഞല്ലോ കുറെ ലേറ്റ് ആയിട്ടാ മോനുണ്ടായി. പക്ഷെ പിന്നെ 2 മക്കളുണ്ടായപ്പോ ഞാൻ ഒന്നിന്ന് പാഠം പഠിച്ചു. ഒരു കുട്ടിയിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു. അപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ്. നല്ലോണം പ്രസന്റ് ചെയ്തു. താങ്ക് യു സർ. നല്ല വാക്കുകൾക്ക് നന്ദി. ഗുഡ് മോർണിംഗ് ഷമീറ. ഗുഡ് മോർണിംഗ് മാം. യെസ്. നല്ല തുടക്കത്തിൽ തൊട്ട് തന്നെ നല്ല എനർജിയോടുകൂടി നല്ല ആ ഒരു ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. വി കുഡ് സെൻസ് ഇറ്റ്. അത്രയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഒക്കെ കടന്നുപോയതിന്റെ ആ ഒരു ഫീൽ അതിനകത്തുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് your own experience that you're talking about and what you're seeing outside. ഇതൊരു നമ്മൾ തന്നെയാണ് ഇതിന്റെ വില്ലൻ, ജസ്റ്റ് ലൈക്ക് what you said, വെരി കറക്റ്റ്. അപ്പൊ നമ്മൾ തന്നെ അതിന്റെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തത് മാറ്റണമെന്നുള്ളത്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം നമ്മുടെ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. നിർബന്ധമായിട്ട് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഫോൺ ഫ്രീ ആയിട്ട് ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. അതുപോലെ അവരെ അന്ന് പിടിച്ചു മാറ്റിയിട്ട് മറ്റ് നല്ല ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കും അവരുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കും ചെയ്യാൻ പറ്റും. അപ്പം
ഈ ഫോണിനെ നമ്മൾ വില്ലനാക്കണ്ട, നമ്മൾ തന്നെയാണ് ഇതിന്റെ വില്ലൻ. അത് മെൻഷൻ ചെയ്തിരുന്നല്ലോ ഓൾറെഡി. അപ്പം കോൺഷ്യസ് ആയിട്ട് പേരൻസ് എഫേർട്ട് എടുത്താൽ അത് മാറത്തുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ കൊച്ചുമക്കളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം അവര് നിർബന്ധമായിട്ടും ഫോൺ കൊടുത്തിട്ടേ ഇല്ല. 7 വയസ്സ് വരെ, ഇപ്പം ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് അതിനോട് പക്ഷെ ഭയങ്കരമായിട്ട് ഈ പേരൻസ് വളരെ കൂടുതൽ ഈ മക്കളുടെ അടുത്ത് മുഴുവൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടിയോണ്ടേ അവർക്ക് മറ്റുള്ള കാര്യത്തിലൊന്നും അവര് ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഫോൺ പേഴ്സണലി അവരങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. ആവശ്യത്തിനൊക്കെ ഇവിടെ നോക്കും, ഞാൻ ഇപ്പൊ ചെയ്ത് ആദ്യത്തെ കുട്ടിയിൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പോ പഠിച്ച്. പിന്നെ നമ്മൾ എന്താ ചെയ്യാ, ഞാൻ എന്റെ പലപ്പോഴും പല അമ്മമാരോട് പറയും പറ്റും. കാരണം ഇപ്പൊ എന്റെ മൂത്ത മോൾക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സായി, ചെറിയ മോനിക്ക് 7 വയസ്സായി. പക്ഷെ ഞാൻ അവർക്ക് ഇപ്പോ മൊബൈൽ ഫോണ് ഇതുപോലെ നമുക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ പഠിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ എഴുതാൻ ന്യൂസൊക്കെ ഇപ്പൊ നമ്മൾ പത്രം വരുത്തുന്നില്ലല്ലോ, ന്യൂസൊക്കെ എഴുതാന് അങ്ങനെയൊക്കെ കൊടുക്കും. അതിന് പകരം TV ലിമിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് 1 മണിക്കൂർ. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 1 മണിക്കൂർ, ഹോളിഡേയ്സ് ആണെങ്കിൽ 2 hours. അതിന് പല സമയമായിട്ട് ഒന്നിച്ചിരുന്ന് 2 hours കാണില്ല. മാക്സിമം അവർ കഥാപുസ്തകങ്ങളിലേക്കും കളിക്കളത്തിലേക്കുമാണ് കൊണ്ടുപോണേ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് പ്രഷ്യസ് ആയിരിക്കും. ഉമ്മടെ പോലെ വലുതാണ സമയത്ത് നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയതാണ് ഉമ്മ തരുന്നത് ഇപ്പോ. പക്ഷെ ഉമ്മന്റെ പ്രായത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഈ സാധനം, ഈ മൊബൈലുകളൊക്കെ ആ കാലഘട്ടത്തിൽ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് കളിക്കാൻ കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് പിന്നെ അതിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാനാണ്. അപ്പൊ ഞാൻ അവരെ കൂടെ മാക്സിമം കളിക്കാൻ ശ്രമിക്കാറുണ്ട്. കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും. പിന്നെ റോൾ പ്ലേ ചെയ്യാന് അവര് ടീച്ചറാകുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാവും, ഞാൻ പഠിതാവായിട്ട് അവർ മുന്നിലിരിക്കും. അവർ ഡോക്ടറാകുമ്പോൾ നമ്മൾ പേഷ്യന്റ് ആവണം. കാരണം അവർക്ക് റോൾ പ്ലേ ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവര് കളിയിലേക്ക് വരും. അപ്പൊ ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഞാൻ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ഒരു പാരന്റ് എന്ന നിലയിൽ എനിക്ക് തിരിച്ചറിവില്ലാതെ പോയതാണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യാന്നല്ല. പക്ഷെ അത് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ പാരന്റ് തയ്യാറല്ല. അത് അപ്പോ അവിടെയാണ് ഞാനാണ് വില്ലൻ എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നിടത്ത് നമ്മൾ തയ്യാറാവണം. ജയിക്കാൻ തുടങ്ങും. അതെ, തീർച്ചയായിട്ടും. പിന്നെ റീഡിങ്ങിലേക്കൊക്കെ കൊണ്ടുവരണേ നമ്മളും വായിക്കണം. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വായിക്കണം. കാരണം അവരെ കൊണ്ടല്ലാതെ ബുക്കിനെ ഇഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ അവർ കാണുന്നിടത്ത് പുസ്തകം വേണം. അതെ, നമ്മൾ വായിക്കുന്ന കാണണം. നമ്മൾ അതവരുടെ കൂടെ ഇരുന്ന് വായിച്ചു കൊടുക്കണം. അപ്പം ആ ഒരു രീതിയിൽ അവർക്ക് ആ ഇഷ്ടമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ മാറി നിന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിള്ളേർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. സോ നമ്മളവരെ കൂടെ ഒരു 12 വയസ്സ് വരെയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് അവര് ശരിക്കും അവർ 12 വയസ്സ് വരെ നമ്മൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കുട്ടികളെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾ ആ ലോകത്തേക്ക് അധികം കടന്നു പോകില്ല. അതെ അതെ, നല്ല പക്ഷെ മെസ്സേജ് ആയിരുന്നു. നമ്മളെന്താ ചെയ്യാ, കുട്ടികളെ മൊബൈൽ ഫോണിലേക്ക് തള്ളി വിട്ടിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കും. കുട്ടികളെ കളി പോലും നമ്മൾ ആസ്വദിക്കൂല. പണ്ടൊക്കെ നമ്മളെ പേരൻസ് നമ്മളെ കളി ആസ്വദിക്കുന്നു. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ UP-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിലൊരു കള്ളുംകുടിയ ചേട്ടൻ ഉണ്ടായിരുന്നു. മൂപ്പരെ കുറ്റം പറയില്ല, മൂപ്പരെ ക്യാരക്ടർ അതാണ്. അപ്പൊ മൂപ്പര് വൈകുന്നേരം പോകുമ്പോ ഇങ്ങനെ ആടി ആടി പറയുന്ന ലാംഗ്വേജ് ഒക്കെ ഞാനിങ്ങനെ ഒരു ഷോളൊക്കെ എടുത്തിട്ട്, ഉമ്മാന്റെ ഷോൾ എടുത്തിട്ട് തുണി പോലെ ഇങ്ങനെ കുത്തിയിട്ട് ഉപ്പാന്റെ ബനിയനൊക്കെ ഇട്ടിട്ട്, അന്ന് നാട്ടുമ്പുറാണല്ലോ നമ്മളൊക്കെ. ഇപ്പോഴത്തെ മാതിരി ആളുകൾ അത്ര ഭയങ്കര കണക്റ്റഡ് ആണല്ലോ അയൽവാസികളൊക്കെ ആയിട്ട്. അപ്പൊ ഈ അയൽവാസികളൊക്കെ ഉണ്ടാവും നമ്മളെ പ്രോത്സാഹിപ്പിക്കാന്. സ്വന്തം ഒപ്പന കളിക്കുക, പാട്ട് പാടുക, ഇതുപോലെ കള്ളുകുടിയനായിട്ട് അഭിനയിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കും, നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള സ്കില്ല് ഉണ്ടാവണത് അവിടുന്നാണ്. നമ്മൾ അന്ന് 4 ആളുടെന്ന് ഇങ്ങനെ നമ്മളായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ സമയത്ത് കിട്ടിയ ക്ലാപ്പോ സപ്പോർട്ടോ നമ്മളെ കേൾക്കാൻ ആളുണ്ടായതൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ സ്കിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ട്യൂഷന് വിടുകയാണ്, പ്രസംഗം പഠിപ്പിക്കാൻ ട്യൂഷന് വിടുക, ഏതൊരു സ്കില്ലിനെ നമ്മൾ വിടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും നമ്മളെ കുട്ടികളെ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല, നമ്മൾ അവർക്കുള്ള സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഞാൻ തോന്നുന്നു നമ്മൾക്ക് കുട്ടിക്കാലം സമ്പന്നമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് സ്നേഹം കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും നമ്മളെ കുട്ടിക്കാലം സമ്പന്നമാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അത് സത്യമായ കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ
തിരികെ വരുന്ന പറഞ്ഞാൽ ഈ മൊബൈൽ ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മക്കളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് റിസ്ട്രിക്റ്റഡ് ആയിട്ട് അവർക്ക് സമയം കൊടുക്കണം. തീർച്ചയായിട്ടും മൊബൈൽ അവർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു മെസ്സേജും ഒരു ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ് എല്ലാവർക്കും കൊടുത്തത്. സോ കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു വെരി മച്ച്. ഏതാണ് യൂട്യൂബ് ചാനൽ? ഷെമീസ് ലൈഫ് ടോക്സ്. ഷെമീസ് ലൈഫ് ടോക്സ്. ഓക്കെ ലൈഫ് ഓക്കെ ടോക്സ്. ആദ്യം എന്റെ ചാനൽ ഗാർഡനിങ് ആയിരുന്നു. അപ്പൊ ഗാർഡനിങ് ആയ സമയത്ത് എനിക്കിങ്ങനെ ബാക്ക് പെയിൻ വന്ന് ഹാഫ് പാരലൈസ്ഡ് ആയിപ്പോയി എന്റെ ലെഫ്റ്റ് ലെഗ്. അപ്പോ കുറെ കാലം ട്രീറ്റ്മെന്റ് ഇങ്ങനെ തുടർന്നു. അപ്പൊ നട്ടലില് സിസ്റ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ നട്ടലിന് സർജറി ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞ മക്കളുണ്ടായത്. ഇപ്പോ ഞങ്ങള് ഒരു മധ്യവയസ്സിലേക്ക് എത്തി തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ മക്കളൊക്കെ ചെറുതാണല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് കരുതി ഞാൻ ആദ്യം ടീച്ചിങ്ങിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിരോധിക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പം ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഇവിടെ ആരും ജോലിക്കൊന്നും പോണില്ല, ഇവിടെ ആരും പഠിക്കാനൊന്നും പോണില്ല, എല്ലാവരും ഇവിടെ ആണുങ്ങളെ സമ്പാദിച്ചിട്ട് ജീവിക്കുന്നതാണ്. അത് നിങ്ങൾ സ്വന്തം വീടൊക്കെ ആകുമ്പോൾ തീരുമാനിച്ചാൽ മതി, കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അന്ന് പേടിയാണ്, തിരിച്ചു പറയാനും പേടി, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പേടിയുള്ള കാലമായതുകൊണ്ട് ആ സന്തോഷത്തിന്റെ കൂടെ പോവാന്നാ ഞാൻ വിചാരിച്ച്. അത് തെറ്റായ തീരുമാനമായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, പ്രൈമറിയിലും പ്രീ പ്രൈമറിയിലൊക്കെ അധ്യാപികയായിട്ട് പ്രീ പ്രൈമറി ട്രെയിനിങ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്താ കല്യാണം കഴിക്കണം. അപ്പൊ ഇവിടെ വന്നു, പിന്നെ മക്കളായി, പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി. പക്ഷെ പിന്നെ വീട്ടിൽ ഇങ്ങനെ സ്ട്രഗിളിങ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം എങ്ങനെയെങ്കിലും. അപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് ആദ്യം അച്ചാറൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തു, മാർക്കറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല നിലയിലൊക്കെ എത്താൻ തുടങ്ങിയ സമയത്ത് ഒട്ടും പിന്നെ രണ്ടാമത്തെ കുഞ്ഞു വന്നു ജീവിതത്തിൽ. അപ്പൊ അത് ക്ലോസ് ചെയ്തു. പിന്നെ അത് നിർത്തി. ഒരു മോൾക്കൊരു കുറച്ച് പ്രായമായപ്പോ ഞാൻ വീണ്ടും കേക്ക് യൂട്യൂബ് നോക്കിയിട്ട് കേക്ക് ബിസിനസ് ചെയ്തു. അത് സക്സസ് ആയി. ആളുകൾ ഓർഡറൊക്കെ തരാൻ തുടങ്ങിയ സമയത്ത് മരുന്നൊന്നും കഴിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മൂന്നാമത്തെ കുഞ്ഞു ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, ഇയാള് ജീവിച്ചിരിക്കാനൊരു സാധ്യത ഇല്ല. അത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു ആദ്യത്തെ 2 ഡെലിവറി. അപ്പോ ഞാൻ പറഞ്ഞു, സർ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ എനിക്ക് മക്കളെ ദൈവം തന്നത്, ഞാൻ ഈ കുഞ്ഞിനെ കളയൂല സർ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നമുക്കിതില് തീരുമാനം എടുക്കാൻ പറ്റൂല, കാരണം അത്രയും റിസ്ക് എടുക്കാൻ കഴിയില്ല, 2 മക്കളുണ്ടല്ലോ, ആ 2 മക്കൾക്ക് അമ്മ വേണ്ടേ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സർ വേണം, പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു സർ, സാർ പറയുന്ന പോലെ അബോർട്ട് ചെയ്തു. പക്ഷേ ഞാൻ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആക്സിഡന്റ് വന്ന് ഞാൻ മരിച്ചേക്കാം, അന്ന് ഫസ്റ്റ് ആയിട്ട് നിപ്പ കേരളത്തിൽ വന്ന സമയമായിരുന്നു, അല്ലെങ്കിൽ ഒരു പനി വന്ന് ഞാൻ മരിച്ചേക്കാം. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, മരിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കുഞ്ഞിനെ പ്രസവിക്കുക മാത്രമല്ല മരിക്കാനുള്ള ഓപ്ഷൻ. അപ്പോ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ജന്മം നൽകിയിട്ട് മരിക്കുക എന്നുള്ളതായിരിക്കൂലേ ഇതിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ, ഇയാൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കൂല, ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും പോവാന്ന്. കാരണം ആദ്യത്തെ 2 കുഞ്ഞിനെ അവരാണ് നോക്കിയത്. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. ഒട്ടും സുഖകരമല്ലായിരുന്നു. ഏകദേശം മരണത്തിലേക്ക് തന്നെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. അൽഹംദുലില്ലാഹ് എന്റെ കുഞ്ഞു ഞാൻ ഇപ്പോഴും ഉണ്ട്. അപ്പോ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം, കാരണം അദ്ദേഹത്തിന്റെ പണം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് മോണിറ്റൈസേഷനൊക്കെ ആയി. അപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു വെച്ചാല് ഒരു ഗാർഡനിങ് ചാനൽ ആയതുകൊണ്ട് തന്നെ ചെടികൾ ഇമ്പോർട്ട് ചെയ്യണം, ചെടികൾ സെയിൽ ചെയ്യണം, ഒരു ബിസിനസ് വുമണായി മാറണം, എനിക്ക് പണം സമ്പാദിക്കണം, എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്റെ മക്കളെ നോക്കുന്ന പോലെ പ്രയാസം അനുഭവിക്കുന്നവർക്കും കൊടുക്കണം എന്നൊക്കെ ഭയങ്കര മോഹങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ദൈവം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും, അതിനേക്കാളും നന്മയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഈ അസുഖം വന്നു, ഡോക്ടർ സർജറി ചെയ്യണമെന്ന് സർജറിക്ക് തീരുമാനിച്ചു. ആ സമയത്ത് എനിക്കൊരു വൊമിറ്റിംഗ് ഇങ്ങനെ വന്നു. അപ്പോ ഡീപ്പായിട്ട് പിന്നെയും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നപ്പോ ഓവറി, യൂട്രസ്, അബ്ഡോമിനൽ ഏരിയയിലെ മസിൽസ് ഫുള്ളും ചോക്ലേറ്റ് സിസ്റ്റ് ആയിരുന്നു, പൊക്കിളിന്റെ ചുറ്റുഭാഗം റൈറ്റ് സൈഡൊക്കെ. അപ്പോ പിന്നെ ഡോക്ടർ പറഞ്ഞു സർജറി, മേജർ സർജറി ചെയ്യണം, അബ്ഡോമിനൽ ഏരിയയിലെ മസിൽസ് ഒക്കെ റിമൂവ് ചെയ്യണം, പകരം അവിടെയൊക്കെ മെഷ് വെക്കണം, ഹെർണിയ ഉണ്ട്, ഹെർണിയ റിമൂവ് ചെയ്യണം, മെഷ് വെക്കണം, യൂട്രസ് ഓവറൊക്കെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ 2 years ആവാനായി.
ആ സമയത്ത് ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. മാനസികമായിട്ട് ഞാൻ തകർന്നു. കാരണം ഫിസിക്കലി എനിക്ക് വയ്യല്ലോ, എന്റെ കുട്ടികൾ ആര് നോക്കും, എന്റെ കുട്ടികൾക്ക് ഇനി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പാരന്റായി എനിക്ക് മാറാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ കുട്ടികളെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ മക്കളോട് ചെയ്തത് തെറ്റാണോ? എന്റെ ഭർത്താവിന് ഞാനൊരു ബാധ്യതയാണോ? ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. ആ സമയത്ത് എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് രക്ഷപ്പെടണം, ഈ കണ്ടീഷനിൽ രക്ഷപ്പെടണം, എന്നെ സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ. അദ്ദേഹം നല്ല മനുഷ്യനാ. അപ്പോ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് തോന്നി 2 മാസത്തെ കോഴ്സ് ചെയ്തപ്പോ എനിക്ക് ക്ലാസ് എടുക്കണം, ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ പോകണം, ഒരു വെളിച്ചമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് മരിക്കണം, ഒരു മെഴുകുതിരിവട്ടമായിട്ടെങ്കിലും ഞാൻ ജീവിച്ചു തീരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അപ്ലൈഡ് കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മൈൻഡ് കോച്ച് ചെയ്തു, NLP ചെയ്തു. ഇതിന്റെ ഇടയിൽ ഞാൻ പാരന്റിങ് ക്ലാസ്, അവയർനെസ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോയി. ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല സ്ട്രഗിളിംഗ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല പൈസയായി, സർജറി, ട്രീറ്റ്മെന്റ്, കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സീറോന്ന് വീണ്ടും തുടങ്ങുകയാണ്. പക്ഷെ യൂട്യൂബ് ചാനൽ ഒന്നും പിന്നെ ഏണിങ്ങിലേക്ക് പോയിട്ടില്ല. കാരണം സർജറി കാരണമൊക്കെ ആയിട്ട് ഞാൻ ഇത് ഡൗൺ ആയിപ്പോയി. ഇപ്പൊ ഇങ്ങനെ രണ്ടാമത് വരുന്നു. ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഇടുന്നത്. പക്ഷെ അതൊക്കെ ആളുകൾ കേൾക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ എനിക്ക് നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങളെ പോലുള്ള ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം ദൈവം തന്നു. ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം ദൈവം തന്നു. ഞാൻ ഭാഗ്യവതിയാണ്, അനുഗ്രഹീതയാണ്. കാരണം ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്നെ അസുഖങ്ങളൊക്കെ തന്ന് ദൈവം പരീക്ഷിച്ചിട്ടുണ്ടാവുക. സർജറിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ട്. വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റൂല, ഓവർ സ്ട്രെയിനെടുത്ത് വർക്ക് ചെയ്യാനൊന്നും പറ്റൂല. ബട്ട് നൗ ഞാൻ ഹാപ്പിയാണ്. എന്റെ മക്കളെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകളെ, സൗഹൃദങ്ങളെ, ബന്ധങ്ങളെ കിട്ടാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ പലപ്പോഴും എന്താ പറയാ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതില്. അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും തുറന്നു പോണത്. അപ്പോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടാൻ എനിക്ക് അധികം ഇഷ്ടമായിട്ടല്ല. പക്ഷെ റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ റീച്ചായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ആളുകൾ നല്ലത് കേൾക്കാൻ ആളുകൾക്ക് കുറച്ച് മടിയാ. പിന്നെ നമ്മളെക്കാളും നല്ല ചാനലുകൾ അപ്പുറത്തുണ്ടാവുമ്പോ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ചാനൽ അതിനോളം ഉയരണം. അപ്പൊ പ്രാർത്ഥിക്കുക, കൂടെ കൂട്ടുക എന്നെയും കൂടി. അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും. ഞാൻ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ലൈഫ് എക്സ്പീരിയൻസ്. യു ബീൻ ത്രൂ എ ലോട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ റെസിലിയന്റ് ആയിട്ട് പുറത്തു വന്ന് സക്സസ്ഫുൾ ആയിട്ട് മനസ്സിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയ സന്തോഷം. ഞാൻ ചാനൽ എടുത്തു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാച്ച് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ദെൻ ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ ക്ലാസ്. എന്നാ ഓക്കെ. ഇന്ന് അനുഭവങ്ങളാണല്ലേ കൂടുതൽ പറഞ്ഞ്. ഞാൻ അനുഭവം പറഞ്ഞ് മുഷിപ്പിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കും അതൊരു ഒരാളുടെ ലൈഫിൽ ഉണ്ടായ സ്റ്റോറി അയാളെ തന്നെ പറഞ്ഞു കേൾക്കുമ്പോ അത് ഏറ്റവും വലിയൊരു ഇതാണല്ലോ കേൾക്കുന്നവർക്ക് കിട്ടുന്ന. താങ്ക് യു. അടിപൊളിയായിരുന്നു. അടിപൊളി ടിപ്സുകളും അതുപോലെ മാമിന്റെ ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ ഇന്നത്തെ ഞങ്ങൾക്ക് വലിയൊരു പാഠമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ നിലവിലെ MSW ജോയിൻ ചെയ്തു കേട്ടോ. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. നന്നായി താങ്ക് ചെയ്യുക. യു. ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു. അതിനുവേണ്ടി എഫേർട്ട് എല്ലാം എടുക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. സോ അപ്പൊ തീർച്ചയായിട്ടും അത് സക്സസിലേക്ക് എത്തും. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ. ഗുഡ് മോർണിംഗ് സമീര മാം. ഗുഡ് മോർണിംഗ് മാം. മാം പ്രിപ്പയർ ചെയ്യാതെ തന്നെ ഇത്രയും മണിക്കൂർ മാം ഈ സെഷൻ ഹാൻഡിൽ ചെയ്തതിനാൽ അത് വെരി ടാലന്റഡ് ഓർ ഗിഫ്റ്റഡ് പേഴ്സൺ ആണ്. എനിവേ മാം വളരെ ഇന്നോസെന്റ് ആയിട്ട് ആണ് സെഷൻ എടുത്തത്. യുവർ ലൈഫ് എക്സ്പീരിയൻസസ് പറഞ്ഞു. മാം ഡിഫിക്കൽട്ടീസ്, ലൈഫിന്റെ ചാലഞ്ചസ്, ഈ ചാലഞ്ചസ് ഒക്കെ മാം എങ്ങനെ ഫേസ് ചെയ്തു. സോ ഇതൊക്കെ ഇന്നത്തെ മോർണിംഗ് സെഷനത്തെ നമ്മളുടെ ലേണിങ്സ് ആണ്. എല്ലാവർക്കും ഈച്ച് ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ തിരിച്ച് ആ ചാലഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ പുറമെ മാമിന്റെ മെയിൻ ടോപ്പിക് ഇന്നത്തെ കുട്ടികളുടെ ഒരു കാര്യമായിരുന്നല്ലോ. വളരെ ഇപ്പൊ മാം ഞാൻ ഇന്ന് കേൾക്കാൻ കാരണം എന്റെ മോള് കെയറിങ് ആണ്.
ഇപ്പൊ നെക്സ്റ്റ് എന്റെ റോൾ പ്ലേ ചെയ്യണമല്ലോ. ആ റോൾ പ്ലേ എങ്ങനെയാ ഡിഫിക്കൽട്ടാണ്, മദറിനെക്കാളും ഡിഫിക്കൽട്ടായിട്ട് വരാൻ പോകുന്ന ഒരു ചാലഞ്ചാണ്. ബിക്കോസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടെക്നോളജീന് ആക്സസ് ഉണ്ട്, നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് എങ്ങനെ അവര് മെന്റലി വാട്ട് ടു സേ പീസ്ഫുൾ ആയിട്ട് അവര് മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുമില്ലേ? ഇപ്പൊ നമ്മൾ കാണുന്നത് കുട്ടികൾ വളരെ യങ് ഏജിൽ തന്നെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മൾ ഈ ഏജിലാണ് ഇത്രയും അനുഭവിച്ചിട്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുമ്പോ അവർ ഇത്രയും കുട്ടികളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പേരൻസ് ഒന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മെന്റലി ചാലഞ്ച് ഒരു സംഭവം ഇല്ല. നമ്മളിങ്ങനെ ജീവിച്ചു വന്നു, നല്ലത് ചെയ്തു, നല്ലത് ഓപ്റ്റ് ചെയ്തു. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. ഇപ്പൊ ഈ നമ്മള് പിന്നെ മാം ഇത് ഞാൻ ഫ്രം എന്റെ ലീഗൽ ഫീൽഡ് എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഇപ്പൊ ഇത് ഡിനൈ ചെയ്തു പറഞ്ഞാൽ അവർ വീട് വിട്ട് പോകാൻ തയ്യാറാണ്. അവര് ഈ ഡ്രഗ്സ് പോലെ ഒരു സംഭവത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, അതിലിരുന്ന് നമ്മൾ എങ്ങനെ ലക്ഷറിയിലേക്ക് പോവാന്നുള്ളത് ഞാൻ ഡെയിലി കോടതിയിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാം പറയണത് ഈ ഒരു പേരൻസിനെ എങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുമ്പോ എത്ര ഡിഫിക്കൽട്ടാണ് ലൈഫ്. നമ്മുടെ കുട്ടികൾ ഈ മൊബൈൽ അഡിക്ഷനിലിരുന്ന് മാറ്റാൻ, പക്ഷെ ഡ്രഗ് അഡിക്ഷന് അവർ ക്രൈംസിലേക്ക് പോവാണ്. വളരെ കുഞ്ഞു കുട്ടികൾ മാം. നമ്മള് ലോല പറയണത് മൈനറിന് പറയുന്ന ഒരു കാറ്റഗറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് മൈനറിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോ അഡൾട്ട്സിനെക്കാളും ക്രൂവലും നമുക്ക് പറ്റുന്നില്ല. സോ എനിവേ ഒരുപാട് ടൈമായി, ഞാൻ കൂടുതൽ ടൈം ട്രാക്ക് ചെയ്യുന്നില്ല. ഇല്ല മാം, എല്ലാവർക്കും അവനവന്റെ വർക്കിലേക്കും പോകണ്ടേ. സോ എനിവേ താങ്ക് യു. വെരി ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു യു, ആൻഡ് you should reach your success. Thank you ma'am. Thank you ma'am. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നല്ലേ? അതെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you. Wishing all a good day. Sajna ma'am. Thank you, ma'am. Thank you. Thank you.